വർഷം കഴിഞ്ഞ് തിയേറ്ററിൽ ഇറങ്ങിയപ്പോൾ അച്ഛൻ്റെ കൂടെ വന്ന് കണ്ടപ്പോൾ നല്ല രസമുണ്ടായിരുന്നു. സൗണ്ട് ക്വാളിറ്റി കുറച്ച് മോശമായിരുന്നു. മോശമെന്ന് വെച്ചാൽ എല്ലാം മോശമാണെന്നല്ല പറഞ്ഞു, കൊള്ളാം. സോങ്സ് വന്നപ്പോൾ ഉള്ള ഒരു കൊള്ളത്തില്ല. സൗണ്ട് മെയിൻറ്റെയിൻ ചെയ്യാനുണ്ടായിരുന്നു, കുറച്ചും കൂടി ചെയ്താൽ കൊള്ളാം. പോരാ, മംഗലായിട്ടിരിക്കും, ക്ലാരിറ്റി ഇല്ല പടം. പഴയ സിനിമ ആയതുകൊണ്ടായിരിക്കും. എന്നാലും പഴയത് കാണാൻ നല്ല ഇതായിരുന്നു, അത്ര ഇതിലില്ല. ഭയങ്കര മംഗൽ, ഇരുട്ടി കിടക്കണ പോലെ. ഇത് സൗണ്ട് ക്വാളിറ്റി സൗണ്ടേ ഇല്ല, ക്ലാരിറ്റി ഇല്ല ഒട്ടും. പടം ഓക്കെ, പഴയ ത്രില്ലിങ് ഇതിലില്ല, ക്ലാരിറ്റി ഒട്ടും ഇല്ല. മംഗലായിട്ടിരിക്കുന്നു ഫുള്ളായിട്ട്. ഓ നൈസ് ആയിരുന്നു. ആ സുന്ദരി ആ സോങ് അവർ കൊളാക്കി ഇംപ്രൊവൈസ് ചെയ്തപ്പോ ബാക്കി അമേസിംഗ് എക്സ്പീരിയൻസ്. നൈസ് ആണ്. ഇടയ്ക്ക് കുറച്ച് പ്രശ്നമുണ്ട്, ബട്ട് ദ മൂവി ഈസ് ഓൾഡർ ദാൻ മീ. പിന്നെ അത് കാണാൻ ഭയങ്കര അതില്ല, പക്ഷെ നമുക്ക് ആ ഇമോഷൻസ് ഉണ്ടായിരുന്ന സീൻ അത് പിന്നെ ഇങ്ങനെ മദർ സൺ സീൻസ് ഒക്കെ ഭയങ്കര രസമാണ്. ആൻഡ് ഇളയരാജ സോ അമേസിംഗ്. ജസ്റ്റ് ആ സുന്ദരി കണ്ണ ആ സോങ്ങിന്റെ ക്വാളിറ്റി ഭയങ്കര മോശമായിരുന്നു. ബാക്കി അടിപൊളി. വിഷ്വൽ ക്വാളിറ്റിയിൽ മാറിയിട്ടുണ്ടോ? വലുതായിട്ടില്ല, പഴയ ഇത് തന്നെയാണ്, പഴയ ഫിലിം റീലല്ലേ, അപ്പൊ അതിന്റെ ഒരു ചെറിയ വ്യത്യാസമുണ്ട്. സൗണ്ട് ക്വാളിറ്റിയിൽ വ്യത്യാസമുണ്ടോ? അത്യാവശ്യം ഉണ്ട്. തിയേറ്ററിൽ കാണാൻ എങ്ങനെയുണ്ട്? കൊള്ളാം. തിയേറ്ററിൽ ലെങ്ത് വല്ലതും കുറഞ്ഞിട്ടുണ്ടോ സിനിമയുടെ? അങ്ങനെ തോന്നി 2-3 ഭാഗമൊക്കെ കട്ട് ചെയ്ത പോലെയാണ്. പഴയ റീലൊന്നും ഇപ്പൊ ഇല്ലായിരിക്കും ഉള്ളത് വെച്ച്. പാട്ടൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? രസമുണ്ടായിരുന്നു. കട്ട് ചെയ്യേണ്ട ആവശ്യം ഉണ്ടായിരുന്നു? സത്യം പറഞ്ഞാൽ ഞാൻ ഫസ്റ്റ് ടൈമാണ് പടം കാണുന്നത്. ഫ്രഷാണ്, ഇന്നൊരു പടം കണ്ടിട്ടേ ഇല്ല. കുഴപ്പമില്ല, കൊള്ളാം. ഇനി കുറെ ഇപ്പോഴത്തെ കുറെ ഇത് വെച്ച് നോക്കിയപ്പോ സെന്റി ഇതൊക്കെ ഉണ്ട്. നമ്മൾ ഇപ്പോഴത്തെ ട്രെൻഡ് പാസോ സെന്റിയൊക്കെ. ഇപ്പൊ ഞാൻ ഫ്രഷായിട്ട് ഞാൻ ഇന്ന് കണ്ടിട്ടില്ല. ആകെ ആ പാട്ടേക്കാനാണ് വന്നത്. മെയിൻ പ്രശ്നം എന്ന് പറഞ്ഞാൽ പണ്ടത്തെ ഇത് ഫുള്ള് ഗ്രെയിൻസും കാര്യങ്ങളൊക്കെ ആയിരുന്നു പണ്ട് റീമാസ്റ്റർ ചെയ്ത്. പിന്നെ ഓഡിയോ റീമാസ്റ്റർ ആയിട്ടില്ല, ഇത് റീമാസ്റ്റർഡ് അല്ല, വലിച്ചു കയറ്റി. കൊള്ളാം. കുറച്ച് മെയിൻ സീക്വൻസ് കട്ട് ചെയ്ത പോലെ തോന്നുന്നു, പക്ഷെ കൊള്ളാം. ശരിക്കും ടി വിയിൽ കണ്ടിട്ടുണ്ട്, OTT ഡൗൺലോഡ് ചെയ്ത് കണ്ടിട്ടുണ്ട്. OTT അല്ല, ടെലിഗ്രാമിൽ ഡൗൺലോഡ് ചെയ്ത് കണ്ടിട്ടുണ്ട്. തിയേറ്ററിൽ വരുമ്പം ലൈക്ക് ആ ഒരു വലിയ സ്ക്രീൻ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റി എന്നുള്ളതിൽ ഭയങ്കര സന്തോഷമുണ്ട്. ക്വാളിറ്റി ഇടയ്ക്ക് കൂടി ഇടയ്ക്ക് ബ്രേക്ക് ആവുന്ന പോലെ ഫീൽ ചെയ്യുന്നുണ്ട്. പിന്നെ 37 വർഷം മുമ്പുള്ള മൂവി ആയതുകൊണ്ട് നമുക്ക് ഒരിക്കലും ഒന്നും പറയാൻ പറ്റത്തില്ല. കുറെ നാളത്തെ ആഗ്രഹമായിരുന്നു ആക്ച്വലി. ഒരുപാട് ദൂരം റീ റിലീസിൽ കാത്തിരിക്കുന്ന മൂവീസ് ഉണ്ട്. അപ്പൊ അതുപോലൊരു മൂവി ആയിരുന്നു തന്നെ മതി. പെട്ടെന്ന് ലൈക്ക് വേണ്ടത്ര റീച്ച് കിട്ടിയിട്ടില്ലെന്ന് തോന്നുന്നു. മെനിയാന്നെന്തോണ് ഇതുപോലും വന്ന OTT ബുക്കിംഗ് പ്ലാറ്റ്ഫോംസിൽ അധികമായിട്ടൊന്നും കാണിച്ചിട്ടില്ല. നോർമലി ഇറങ്ങുന്ന ഒരു റീ റിലീസ് മൂവിയുടെ അത്ര ഹൈപ്പും കിട്ടിയിട്ടില്ല. ആൾക്കാർ കുറവായിരുന്നു. പക്ഷെ ടൈം ഉണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് കണ്ടിരിക്കാൻ നോക്കുക. ആ ഒരു ഫീല് കിട്ടും. ആ ഒരു ഇളയരാജയുടെ ഒരു പഴയ മ്യൂസിക്കിന്റെ ആ ഒരു ഫീലും ആ ചിന്നത്തായകളൊക്കെ തിയേറ്ററിൽ കേൾക്കാൻ നേരത്തുള്ളൊരു ഫീൽ വേറെ ആയിരുന്നു. തിയേറ്ററിൽ ആ ഒരു ഇമ്പാക്റ്റ് ഇല്ല, സത്യമാണ്. കാര്യം വേറൊരു റീ റിലീസ് മൂവി കിട്ടുന്ന ഒരു ഇമ്പാക്റ്റ് ഇതിന് കിട്ടിയില്ല എന്ന് പേഴ്സണലി ഭയങ്കരമായിട്ട് തോന്നിയായിരുന്നു. പിന്നെന്തുവാ, ആ ഒരു മണിരത്നം എന്നുള്ള പേരും പ്രത്യേകിച്ച് ട്രിവാൻഡ്രംകാരനായ സന്തോഷ്, ആ ഒരു പേര് തിയേറ്ററിൽ കാണാൻ തന്നെ ഒരു വേറെ ഫീലാണ്. അന്ന് ആൾക്കാർ കണ്ട പോലെ അല്ല ഇപ്പം നമുക്ക് കിട്ടുന്ന. പുള്ളിക്ക് ഇപ്പം റയറായിട്ട് മാത്രം മൂവി ചെയ്യുന്ന ഒരാളാണ്. അപ്പം അതൊരു ഫീലായിട്ട് കണ്ടിരിക്കുക. വേറെയും കുറെ മോശം പടങ്ങൾ ഈ സമയത്ത് ഇപ്പോൾ ഓടുന്നുണ്ട്. അതിന് വരുന്ന പകുതി ആൾക്കാർ കയറിയാൽ മതി. 6 വയസ്സായിരുന്നപ്പോൾ ഇതേ തിയേറ്റർ അന്ന് ഏരീസ് അല്ലായിരുന്നു, SL തിയേറ്റർ ആയിരുന്നു. ഹൗസ് ഫുള്ളായതുകൊണ്ട് സ്റ്റീൽ കസേരയിലിരുന്ന അച്ഛനമ്മയോട് ഇരുന്ന് കണ്ട സിനിമയാണ്. അന്ന് ഒരു ഹാർഡ് കോർ മമ്മൂട്ടി ഫാനായിരുന്നു. മമ്മൂട്ടി മരിച്ചപ്പോൾ എനിക്ക് അന്ന് ആ ഒരു 6 വയസ്സ് 7 വയസ്സ് കാരണം ബിലീവ് ചെയ്യാൻ പറ്റിയില്ല മമ്മൂട്ടി മരിക്കുന്നുള്ള ഒരു സീൻ. അപ്പോൾ ആ ഒരു മെമ്മറീസൊക്കെ ഉണ്ട്. പാട്ടുണ്ട്. രജനീകാന്ത് ഫാൻ അല്ലായിരുന്നു ഞാൻ. അന്ന് ഞാനൊരു ഹാർഡ് കോർ കമൽഹാസൻ ഫാനായിരുന്നു. ഈ സിനിമ കണ്ടിട്ടാണ് എനിക്ക് രജനീകാന്തിനോട് ശരിക്കും പറഞ്ഞ ഒരു ഭയങ്കരമായിട്ട് ഇഷ്ടം തോന്നി തുടങ്ങിയത്. എഗെയിൻ അന്ന് അൺഒഫീഷ്യൽ റിപ്പോർട്ട്സ് ഒക്കെ ഉണ്ടായിരുന്നു. മമ്മൂട്ടി മരിച്ച സീൻ വരുമ്പോൾ നോർത്ത് ഓഫ് കേരളയിൽ സ്ക്രീൻസ് ഒക്കെ കത്തിച്ചെന്നുള്ള കാര്യം. അത് എത്രത്തോളം ട്രൂ ആണോ അല്ലെന്ന് അറിഞ്ഞൂടാ. ഇപ്പോഴും ഞാൻ കേൾക്കാറുണ്ട്. അന്ന് അത് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. ഈവൻ ഒരു 6 വയസ്സ് 7 വയസ്സുകാരനെ അന്ന് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ മുതിർന്നതായ അന്നത്തെ ഫാൻസിനൊക്കെ അത് ആക്സെപ്റ്റ് ചെയ്ത് കാണാൻ പറ്റില്ലായിരുന്നതാണ്. പക്ഷെ ദാറ്റ് വാസ് വളരെ ഡിസാർട്ടനിങ് ആയിട്ടുള്ള കാര്യമാണ്. പിന്നെ മണിരത്നം ആസ് എ ഡയറക്ടർ ഏസ് ഇത് തന്നെയാണ്.
പക്ഷെ ഇതിനകത്ത് എടുത്തു പറയേണ്ട സന്തോഷ് ശിവന്റെ സിനിമാറ്റോഗ്രഫിയാണ്. ഒരു ജാപ്പനീസ് എഫക്റ്റ് ഉണ്ട് ഈ സിനിമയിൽ കംപ്ലീറ്റ്ലി. ആ കുറുസോവയുടെ ആ ടങ്സ്റ്റൺ ഗ്രേഡിങ്ങും മറ്റേതൊക്കെ വെച്ച് നോക്കുമ്പോൾ ആവശ്യമില്ലാത്ത സൗണ്ട്സ് ഒന്നും ഉപയോഗിച്ചിട്ടില്ല. പക്ഷെ ഡിസപ്പോയിന്റിങ് എന്താണെന്ന് വെച്ചാൽ ഇത് 4K റീമാസ്റ്റർ ചെയ്ത് വന്ന് ഞാൻ അതുകൊണ്ടാണ് ഇവിടെ തന്നെ വന്ന് 4K കാണാമെന്ന് വെച്ചു. പക്ഷേ ഫസ്റ്റ് ഹാഫിലുള്ള എഡിറ്റ്സും റീമാസ്റ്ററിംഗ് ഒക്കെ ഭയങ്കര മോശമായി പോയി. സെക്കൻഡ് ഹാഫ് വന്നപ്പോൾ വളരെ നല്ലതായിരുന്നു. അത് എന്തുകൊണ്ട് അത് നടന്നതെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഫസ്റ്റ് ഹാഫ് ഭയങ്കര ആവശ്യമില്ലാത്ത പഴയതൊക്കെ എഡിറ്റ് ചെയ്ത് കഴിഞ്ഞു ആൻഡ് പഴയ സിനിമകളുടെ ഭാഗങ്ങളൊക്കെ കയറി വന്നു. അപ്പം അപ്പാർട്ട് ഫ്രം ദാറ്റ് ഇറ്റ്സ് ഓക്കെ, ഇറ്റ്സ് എ ടൈംലെസ് ക്ലാസിക്. അതിനെക്കുറിച്ച് കൂടുതൽ സംസാരിക്കാനുള്ള ഒരു എന്താ പറയുക റൈറ്റ് പോലും എനിക്കില്ല. എന്നാലും ഞാൻ അന്ന് കണ്ടപ്പോൾ ഞാൻ ഈ സിനിമ നേരത്തെ ഒരൊറ്റ പ്രാവശ്യം കണ്ടുള്ളൂ. ഇപ്പോഴും ആ വിഷ്വൽസ് ഒക്കെ ഇപ്പോഴും ഓർത്ത് വയ്ക്കാൻ പറ്റുന്നുണ്ട്. അത്രയ്ക്ക് ഇമ്പാക്ട്ഫുൾ ആയിട്ടുള്ള മൂവി ഉണ്ടായിരുന്നു. സിനിമയ്ക്ക് സിനിമയുടെ ഇതുണ്ട്, പിന്നെ മണിരത്നത്തിന്റെ പോളിറ്റിക്സിൻ്റെ അകത്ത് കയറി വരുന്നുണ്ട്. അദ്ദേഹത്തിന്റെ കാസ്റ്റിന്റെ ഇതായിരുന്നാലും മഹാഭാരതത്തിന്റെ കാര്യങ്ങൾ ട്വിസ്റ്റും ടേൺ ചെയ്തൊക്കെ വെക്കുന്നത് അന്നൊന്നും മനസ്സിലാക്കാൻ പറ്റിയില്ല. പിന്നെ ഇന്ന് കണ്ടപ്പോൾ കൂടുതൽ അത് മനസ്സിലാക്കാൻ പറ്റി. ഒബ്വിയസ്ലി ദളപതി രജനീകാന്തിന്റെ റോള് കർണന്റെ റോളാണെന്ന് എല്ലാവർക്കും അറിയാൻ തോന്നുന്നു. അർജുൻ തന്നെയാണ്. അപ്പം മഹാഭാരതത്തിനുള്ള ആ ഒരു കാര്യങ്ങളെല്ലാം ട്വിസ്റ്റ് ടേൺ ചെയ്ത് ഇപ്പോഴും തിങ് ഇസ് ദറ്റ് ഇപ്പോൾ പൊന്നിയൻ സെൽവനിൽ വന്ന് നിൽക്കുമ്പോൾ പോലും മണിരത്നം ആ ഒരു വൈഷ്ണവ സമ്പ്രദായത്തിന് വിട്ടിട്ടില്ല. ഇപ്പോഴും കളിയാക്കിക്കൊണ്ട് തന്നെയാണ് ഇരിക്കുന്നത്. ഈവൻ ഇപ്പോൾ കൽക്കിൽ നോക്കുമ്പോൾ തന്നെ കർണനെയാണ് ഗ്ലോറിഫൈ ചെയ്ത് കാണിക്കുന്നത്. അപ്പോൾ ആ ഒരു അന്ന് തുടങ്ങിയ ഒരു കാര്യം ഇപ്പോഴും കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കും. ദിസ് എ ടൈംലെസ് ക്ലാസിക്. മൂവി വാസ് എക്സലന്റ്. ഇപ്പോഴും ഫോൺ മെമ്മറീസ്. അതുകൊണ്ട് തന്നെ എനിക്ക് ഈ തിയേറ്ററിൽ തന്നെ വന്ന് കാണണം എന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. ഇവിടെയാണ് 4K കറക്റ്റ് ഇത് കിട്ടും. റീമാസ്റ്ററിങ് ഷുഡ് ഹാവ് ബീൻ ബെറ്റർ. ആൻഡ് മറക്കരുത്, ഹാപ്പി ബർത്ത്ഡേ സൂപ്പർ സ്റ്റാർ. ഇന്ന് അദ്ദേഹത്തിന്റെ ബർത്ത്ഡേ ആണ്. സോ യാ.